തൃശൂർ മലക്കപ്പാറ അരേക്കാപ്പൂരിൽ കാട്ടാനാക്രമണം. കാട്ടാനക്കൂട്ടം ആദിവാസി ഊരിലെ ഒരു വീട് തകർത്തു. ഇന്ന് പുലർച്ചെ 3:30യോടെയായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വിവരങ്ങൾ. കാളിദാസ, ഈ മലക്കപ്പാറ ഊരിലെ ഊര് നിവാസി ബാലൻ മണിയുടെ വീടാണ് ഇത്തരത്തിൽ പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം തകർത്തത്. വീടിന്റെ പുറകുവശം പൂർണ്ണമായും തകർത്ത നിലയിലാണ് കണ്ടെത്തിയത്. ഇത് ഒരു വലിയ ദുരന്തം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാലൻ മണി എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും അവിടെ നിന്നും മാറി ഭാര്യയുടെ ചികിത്സാർത്ഥം മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചിരുന്നതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്തായിരുന്നു ആക്രമണം എന്നതിനാൽ വലിയ ദുരന്തം ഉണ്ടായില്ല. പക്ഷെ വീടിന്റെ പുറകുവശം പൂർണ്ണമായും തകർത്തു. ഷീറ്റ് മേഞ്ഞ വീടാണ്. ഷീറ്റും അതുപോലെ തന്നെ പുറകുവശത്തെ ചുവരിന്റെ ഇഷ്ടികകളും ജനലും കട്ടിലും ഉൾപ്പെടെ പൂർണ്ണമായും നിലംപരിശാക്കിയ നിലയിലാണ്. ഈ ശബ്ദം, ഈ ആന കൂട്ടം ഈ വീട് തകർക്കുന്ന ശബ്ദം കേട്ട് സമീപത്തെ വീടുകളിലുണ്ടായിരുന്നവർ ഓടിക്കൂടി ശബ്ദമുണ്ടാക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആനയെ അവിടെ നിന്നും തുരത്താനായത്. ആനക്കൂട്ടം ഇടമലയാർ റിസർവോയർ ഭാഗത്തേക്കാണ് ഓടിപ്പോയത്. ഈ ശബ്ദമെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം അവിടെ നിന്നും തുരത്താനായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാര്യയുടെ ചികിത്സയ്ക്കായിട്ട് വെറ്റിലപ്പാറയിലാണ് ഈ ബാലൻമണിയും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റ് ജീവഹാനി അല്ലെങ്കിൽ മറ്റ് പരിക്കുകളോ ഗുരുതര പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. വീട്ടിലാരും ഇല്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നാളുകളായി ഈ മേഖലയിൽ ഈ അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെയുള്ള പ്രദേശത്ത് നിരവധി കാട്ടാന ആക്രമണങ്ങൾ ഇങ്ങനെ പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. വാഹനങ്ങൾക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും എല്ലാം നേരെ, നാട്ടുകാർക്കും കൃഷിക്കും എല്ലാം നേരെ കാട്ടാന ആക്രമണം പതിവാണ്. പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നിരവധിയുള്ള മേഖലയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അതിരപ്പള്ളി സ്റ്റേഷനിലേക്ക് ഒരു കാട്ടാന എത്തി സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് വരെ എത്തിയത്. തെങ്ങിൽ നിന്നും പട്ട പറിച്ചിട്ടതും അതുപോലെ തന്നെ സമീപത്തെ പറമ്പിലെ മരം കുത്തിമറിച്ചിട്ടതും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ്. അതിരപ്പള്ളി സ്റ്റേഷനിൽ തന്നെ 2-3 തവണയായി ഇപ്പോൾ കാട്ടാനകൾ എത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. അന്ന് പോലീസ് ഉൾപ്പെടെ വലിയ ഭീതിയിലാണ് അവിടെ കഴിയുന്നത്. പോലീസുകാർക്ക് പോലും ഭീതിയോടെ കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത്. സ്ഥിരമായി 2-3 ആനകൾ ഈ മേഖലയിൽ ഈ ശല്യമുണ്ടാക്കുന്ന ആനകളുണ്ട്. നമുക്കറിയാം, മേഴാറ്റുമുഖം ഗണപതി ഉണ്ട്, കബാലിയുണ്ട്, അതുപോലെ മഞ്ഞക്കൊമ്പനുണ്ട്. ഈ മഞ്ഞക്കൊമ്പൻ ആന എന്ന് പറയുന്ന ആന ആദിവാസി ഊരുമൂപ്പന്റെ ഭാര്യയെ അടക്കം കൊലപ്പെടുത്തിയ ഒരു സംഭവം നാളുകൾക്ക് മുൻപാണ് ഉണ്ടായത്. വലിയ പ്രതിഷേധങ്ങളാണ് ഈ വന്യമൃഗ ശല്യത്തിനെതിരെ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിതടയൽ സമരം ഉൾപ്പെടെ ചാലക്കുടി MP-യുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് ഉൾപ്പെടെ അന്ന് മാർച്ചും വലിയ രീതിയിലുള്ള സമരം എല്ലാം നടന്നിട്ടും ഈ ആനശല്യത്തിന് മറ്റൊരു കുറവുകളും ഇല്ല. കാരണം വലിയ വനപ്രദേശമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിരവധി വന്യമൃഗങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ സംഭവത്തിൽ ആളപായമില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷെ വീട് പുറകുവശം പൂർണ്ണമായും തകർത്ത നിലയിലാണ്. കാളിദാസ്, തീർച്ചയായും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കാട്ടാനാക്രമണം രൂക്ഷമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.